ചോര, കൊലപാതകം. ഞാൻ ചോദിക്കാൻ രാത്രി ഉറങ്ങാണ്ട് എവിടെങ്കിലൊക്കെ പോവാറുണ്ട്. ഡോക്യുമെന്ററീസ് ഉണ്ടല്ലോ സൈക്കോപാത്തുകൾ, ഇത് കണ്ടിട്ടാണ് നമുക്ക് സ്വസ്ഥമായി ചെറിയൊരു സൈക്കോടെ ലുക്കില്ലേ നോക്കി. ഇയാള് ആദ്യമായിട്ട് സിനിമ എൻ്റെ അടുത്ത് ഇതിനു മുമ്പത്തെ സിനിമ പറയാനായിട്ട് വരുന്ന സമയത്ത് ചാർട്ടൊക്കെ ആയിട്ടാണ് ജിമ്മീരെ അല്ല കോൺട്രാക്ടറോ അല്ല വീടിന്റെ പ്ലാനോ പരിപാടിയൊക്കെയാണോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ കത്തിൽ വിജയ് മറ്റേ അതെ അതുപോലത്തെ പരിപാടിയായിരുന്നു. ഞാൻ പിന്നെ നാഷണൽ അടിയിലേക്ക് നോക്കിയില്ല. വൈ സിജു വിൽസൺ. അതുപോലെ അശ്വിനെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഇക്കാര്യം ചോദിച്ചിരിക്കുന്നത് ഓഡിയൻസിന്റെ വിഷമാവും. അപ്പോൾ ഇത്രയായിരുന്നു ഡോസിനെ കുറിച്ച് നമ്മൾ വേറെ ഒരു കാര്യം പേടിക്കണ്ട, അതായത് കമൽ സാർ തന്നെയാണ്. പക്ഷേ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഡോസിനെ പറ്റി കമൽ സാറ് ഇവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കും പറയുക? അതാണ് ടീം ഡോസ് ആണ് ക്യൂ സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഡോസ് റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുള്ളൊരു സിനിമയാണ്, എന്താണ് സിനിമ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? ശരിക്കും ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇതില് മെഡിക്കൽ, അതായത് ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള മെഡിക്കൽ ക്രൈമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ ഇത് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ അധികം എനിക്കൊന്നു ഒരുപാട് ഇങ്ങനത്തെ ത്രില്ലറുകൾ ഇറങ്ങാറില്ല, മെഡിക്കൽ ത്രില്ലർ. എനിക്കൊന്നു മുമ്പ് അപ്പോത്തിക്കിരി അങ്ങനെ കുറച്ച് പടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജോണർ അങ്ങനെയല്ല, നമ്മൾ കുറച്ചുകൂടി കൊമേഴ്സ്യൽ പരിപാടിയായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതുപോലെ സിച്ചേട്ടൻ എങ്ങനെയാണ് ഡോസിലേക്ക് ഇന്നാവുന്നതെന്ന് പറയാമോ? നമ്മൾ അഭിലാഷമായിട്ട് ഞാൻ ഒരു 2018 മുതലുള്ള ബന്ധമാണ്. അപ്പോൾ 2018 നമ്മൾ വേറൊരു സിനിമ ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അത് പിന്നീട് നടക്കാതാവുകയും അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു സ്റ്റോറി ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് ഇച്ചിരി ബഡ്ജറ്റായിരുന്നു. ആദ്യം വന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറച്ചും കൂടി വലിയ ബഡ്ജറ്റിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു ന്യൂ കമർ എന്നുള്ള രീതിയിൽ അഭിലാഷിന് അത്ര ഒരു ബഡ്ജറ്റ് കൊടുക്കാനായിട്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അത്ര വില്ലിങ് അല്ലായിരുന്നു. അപ്പോൾ വേറൊരു സബ്ജക്റ്റ് ആലോചിക്കാം, കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആലോചിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ച് വന്നിട്ടാണ് ഡോസിൻ്റെ അടുത്തൊന്ന് പിന്നീടൊന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഭിലാഷിന് കൂടുതലും ത്രില്ലറുകളോടാണ് താല്പര്യം. ഇപ്പോൾ ഡോസും ഒരു ത്രില്ലർ ജോണറിലുള്ളൊരു മൂവി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സബ്ജക്റ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളൊരു കാര്യത്തിലൊക്കെ നിൽക്കുന്ന സംഭവം. പക്ഷേ അത് നടന്നില്ല ആ സമയത്ത്. പക്ഷേ ഡോസ് വന്ന് സബ്ജക്റ്റ് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ ടുവേർഡ്സ് സ്ക്രീൻ പ്ലേ നറേഷൻ്റെ അവസാനം എത്തുന്നവരെ ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര, അതായത് അഭിലാഷ് ഭയങ്കര രസമായിട്ട് സ്റ്റോറി നറേറ്റ് ചെയ്യും. അപ്പോൾ ടുവേർഡ്സ് എൻഡ് വരെ ഇതാരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് നമുക്കൊരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമ്മൾ അറിയില്ല. നമ്മൾ വിചാരിക്കാത്ത ഒരാൾ ഇതിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക, ക്ലൈമാക്സിലൊരു സാധനം കിട്ടുമല്ലോ, ഒരു ഹൈ കിട്ടും, കൊള്ളാം എന്നുള്ളൊരു വോ മൊമെൻറ്റ് അന്ന് കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നു ഡോസ് ഇപ്പോൾ സംഭവിച്ചു. ഓക്കെ. അതുപോലെ വൺസ് അഗൈൻ വെൽക്കം ടു മോളിവുഡ്. സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊക്കെ അത്രയേറെ പർട്ടിക്കുലർ ആണെന്നുള്ളത് മുമ്പത്തെ സിനിമകളിൽ നിന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം അശ്വിനെ ഈ ഡോസിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത കാര്യങ്ങൾ? എനിക്ക് ഡോസിൽ എക്സൈറ്റ് ചെയ്തത് സിജു ഭായ് പറഞ്ഞ പോലെ തന്നെ അബിയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ്, പുള്ളിക്ക് സ്ക്രീൻ പ്ലേയുടെ ഒരു ഐഡിയ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ സബ്ജക്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, അത് എത്രത്തോളം സ്ക്രീൻ പ്ലേയിലും ആ കഥയിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊരു കാര്യം ആണ് ഏറ്റവും പ്രധാന കാര്യം. ഒരു ആർട്ടിസ്റ്റിന് എന്താണ് അവർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഐ വാസ് ജസ്റ്റ് ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ഫിലിം കോൾഡ് സ്പാ. അത് ഇപ്പോൾ കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായി ഓടിയ ഒരു സിനിമയാണ് ആക്ച്വലി സ്പാ, ആൻഡ് ദാറ്റ് വാസ് ഡിഫറെൻറ്റ്. സോ ഐ ഹവ് ജസ്റ്റ് ബീൻ ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ് വെരി യുണീക്ക് പ്രോജക്ട്സ് കരിയറിൽ. So Dose is one such very peculiar, ഒരു യുണീക്ക് സബ്ജക്റ്റും ഒരു യുണീക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനൊരു നല്ല ത്രില്ലർ ചെയ്യുന്ന ഒരു ആസ് എൻ ഓഡിയൻസ് ആൻഡ് ആസ് ആർട്ടിസ്റ്റ് രണ്ട് രീതിയിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ. അതുപോലെ ഡയറക്ടറിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു ത്രില്ലർ ആയിരിക്കണം എന്നുള്ളൊരു ഡിസിഷൻ എങ്ങനെയാണ് വരുന്നത്?
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന സിനിമകൾ, ഇപ്പം ഞാൻ കാണുന്ന സിനിമകളിൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എലമെന്റുകൾ. അപ്പോൾ ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എക്സൈറ്റ് ആയതിനും എന്ന് തോന്നുന്ന ചില സിനിമകളുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഫീൽ ഗുഡ് സിനിമ അത്ര അഭിപ്രായം കിട്ടിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കോമഡി ഫിലിം പോലും അത്ര അഭിപ്രായം കിട്ടി ഇത് കാണണം എന്ന് തോന്നുമ്പോൾ മാത്രമേ കാണൂ. പക്ഷെ ത്രില്ലർ അങ്ങനെയല്ല. ഒരു ത്രില്ലർ ആണ് എന്ന് തോന്നിയാൽ ഞാനത് എന്താ പറയാ, ഒരു ദിവസം ഒരു 2 ത്രില്ലർ വെച്ച് കാണാൻ, അതാണ് നമുക്കൊരു എന്താ പറയാ, ഒരു ഭയങ്കര മൂടാ. അത് കാണുമ്പോഴാണ് നമുക്കൊരു എനർജി പരിപാടിയൊക്കെ കിട്ടുന്നത്. അത് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭയങ്കര ത്രില്ലിങ് ലൈഫാണ് അഭിലാഷിന്റെ. അല്ല, കൂടുതലും ഞാൻ ഇയാളുടെ സ്റ്റോറി നറേഷന്റെ പരിപാടിക്ക് ഒരു എപ്പോഴും തനിക്ക് ത്രില്ലർ അല്ലാതെ വേറെ ഒരു പണിയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്കിവിടെ കോമഡി ഹ്യൂമർ സബ്ജക്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ കൂടുതലും ത്രില്ലറുകളോടാണ് താല്പര്യം. എൻ്റെ അടുത്ത് വരുമ്പോൾ ആന്റിഗോണിസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടാണ് വരുന്നത്. അതൊരു ത്രില്ലറായിരുന്നു, ഭയങ്കര രസമായിട്ട് ചെയ്തിരുന്നൊരു ഷോർട്ട് ഫിലിമാണ്. അതൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. ആദ്യത്തെ ഒരു സ്റ്റോറി നറേഷനും കാര്യങ്ങളൊക്കെ. ത്രില്ലറിനോട് പ്രത്യേക താല്പര്യമാണ്. ചോര, കൊലപാതകം, ഇതൊക്കെ ഞാൻ ചോദിക്കാൻ രാത്രി ഉറങ്ങാണ്ട് എവിടെങ്കിലൊക്കെ പോകാറുണ്ടല്ല. രാത്രി നമ്മള് ഹൊറർ പടം കണ്ട ഭയം തോന്നും. പക്ഷെ ഈ ഡോക്യുമെന്ററീസ് ഉണ്ടല്ലോ, മറ്റേ സൈക്കോപാത്തുകൾ, ഇത് കണ്ടിട്ടാണ് നമുക്ക് ചെറിയൊരു സൈക്കോടെ ലുക്കില്ലേ നോക്കി. ഈ പോസ്റ്ററുകളൊക്കെ നമുക്ക് തരുന്ന ഒരു മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ഡാർക്ക് ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൂഡുള്ള സിനിമയാണെന്നുള്ളതാണ്. അപ്പം ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഈ സിനിമയിൽ? എന്താണ് ഈ ഡോക്ടറാണ്, ഡോക്ടർ പ്രകാശ് എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. പുള്ളിയൊരു പൾമണോളജിസ്റ്റാണ്. അപ്പോൾ പുള്ളിയുടെ എന്താ പറയുക, ഹോസ്പിറ്റലിൽ കുറച്ച് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു അൺയൂഷ്വലായിട്ടുള്ള എന്താ പറയുക, യൂഷ്വലായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള കുറച്ച് മരണങ്ങൾ സംഭവിക്കുകയും അപ്പോൾ അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇയാളും അന്വേഷിക്കുന്നുണ്ട്, എല്ലാവരും ഇതിൽ ഹോസ്പിറ്റലിൽ ഉള്ളവരൊക്കെ തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ മരണം സംഭവിക്കുന്നു എന്നൊക്കെയുള്ളത് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ അവസാനമാണ് ഇതെന്തിലേക്ക് എത്തുന്നു എന്നുള്ളതും ഇതിൽ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അതിങ്ങനെ സ്വാഭാവികമായിട്ടുള്ളൊരു മരണമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. വീണ്ടും അത് സംഭവിക്കുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ ഈ പ്രകാശ് എന്ന് പറയുന്ന ഡോക്ടർ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് അങ്ങനെ ഡൗട്ട് വന്നിട്ടത് ജഗദീഷ് ചേട്ടൻ്റെ ക്യാരക്ടറാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ CEO. അപ്പോൾ പുള്ളിയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു അന്വേഷണം നടക്കുന്നതും ഇതെങ്ങനെയാണ്, ഇത് ആരാണ്, എന്താണെന്നൊക്കെ ഉള്ളത് പിന്നീട് കണ്ടുപിടിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ അശ്വിനിലേക്ക് വീണ്ടും വരികയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഒരു നല്ലൊരു ത്രില്ലറിൻ്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഡോസിനെ കുറിച്ച്. അപ്പം ത്രില്ലറിൽ ഏറ്റവും ബെസ്റ്റ് ത്രില്ലറായ കാർത്തിക് തരൻ്റെ സിനിമകളിൽ ഉൾപ്പെടെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഡോസ് ബാക്കിയുള്ള ത്രില്ലറുകളിൽ നിന്ന് എന്തുമാത്രം വ്യത്യസ്തമാണ്? ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഒരു ത്രില്ലർ 1000 Babies. അപ്പോൾ അതും ഹോസ്പിറ്റൽ അതൊരു ഒരു സോണിലാണ്. അപ്പോൾ ഇത് വേറെ ഒരു ടൈപ്പുള്ള, ഞാൻ ബേസിക്കലി SI വിവേക് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു അന്വേഷണം, ഇയാളുടെ കയ്യിൽ ഈ കേസ് വരുന്നതും അതൊക്കെയാണ് എൻ്റെ ഒരു ട്രാക്കിൽ പോകുന്നത്. അത് സെപ്പറേറ്റ് ട്രാക്ക് പോലും അല്ലാതെ ഈ ഡോക്ടറുമായിട്ട് നമ്മൾ എന്താ പറയുക, ഒരുമിച്ച് ഇതെങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്യണം. കാരണം അത് വളരെ ഭീകരമായിട്ടുള്ള ചില ഇവൻറ്റ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എവിടെയോ എന്താ പറയുക, സംതിങ് ഈസ് റോങ് സംവെയർ. നമ്മൾ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിട്ട് വീണ്ടും വീണ്ടും ഇത് സംഭവിക്കുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് വെരി എന്താ പറയുക സ്കാരി. സോ ദാറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് ഫോർ മീ. ഇതിൽ പോലീസ് ഓഫീസറുടെ കഥാപാത്രം എന്ന് പറഞ്ഞല്ലോ. ഇപ്പം അശ്വിൻ കുമാറിൻ്റെ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അശ്വിൻ കുമാർ അണ്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്ന സിനിമകൾ പലപ്പോഴും നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ തരാറുണ്ട്. ഇയാളെന്താ എങ്ങനെ, മുരളീമേനൻ തൊട്ട് അങ്ങനെയാണ്. അപ്പം ഇതിലൊരു നെഗറ്റീവ് ഷെയ്ഡാണോ ഉള്ളത്, അതോ കഥയോട് ചേർന്ന് നിൽക്കുന്ന പോസിറ്റീവ് ആസ്പെക്ട്സ് ഉള്ള കഥാപാത്രം? ഇത് വളരെ സ്ട്രെയിറ്റ് ഓഫീസറാണ്. ഈ കേസിനെ കുറിച്ച് ആഴത്തിലിറങ്ങി എന്താ അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. കറക്റ്റ് അല്ലാത്ത ഒരു റിയൽ പോലീസ് ഓഫീസർ. അപ്പോൾ ഈ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് വരാൻ ഒരു വലിയ ടൈം സ്പാൻ എടുത്തെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റിന്റെ പിന്നിലെ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഈ ഒരു കഥയിലേക്ക് എത്തുന്നത്? അതായത് ശരിക്കും പറഞ്ഞാൽ 2018 സിജു ബ്രോ എടുത്ത് വേറൊരു സബ്ജക്റ്റ്, അത് കാര്യങ്ങളൊക്കെ വന്നത് ഈ ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ
ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു സിനിമ, ഒരു ന്യൂ കമർ എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു സിനിമ, അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് 2019 അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഒരു മാസം ഹോസ്പിറ്റലിൽ ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഞാൻ എന്താ പറയുക, സിനിമ കാണുക, ഉറക്കമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം ആ സമയത്ത്. അപ്പോൾ ആദ്യത്തെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു, അമ്മ ഓക്കെ ആയി. അപ്പോൾ നമുക്ക് പിന്നെ ഇനി ദിവസങ്ങൾ ഇവിടെ തുടരുക എന്ന് മാത്രമാണ്, അത്ര ദിവസം ഡോക്ടർ പറയുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പടങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പടങ്ങൾ കണ്ട സമയമാണ്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരാൻ, ആ സെക്യൂരിറ്റിയെ കടന്നു വേണമെങ്കിൽ ഒരാൾക്ക് അവിടെ വരാനുള്ള മീൻസ് ഒരാൾക്ക് ഒരാളോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തകൾ അങ്ങനെയാണ് പോണത്, എഴുത്തിന്റെ ചിന്തകൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു ക്രൈം എന്നുള്ള രീതിയിലേക്ക് തുടങ്ങി. എന്നിട്ട് ഞാൻ അന്വേഷിച്ചു നോക്കി, അതായത് ഇങ്ങനെ നടന്നിട്ടുണ്ടോ, ഇന്ത്യയിൽ മുമ്പ് നടന്നിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ അന്വേഷണത്തിൽ ഇന്ത്യയിൽ മുമ്പ് ക്രൈമുകൾ നടന്നിട്ടുണ്ട്, ലോകത്തിൽ പല പല രാജ്യങ്ങളിൽ ഇതുപോലെ ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള ക്രൈമുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു റിസർച്ച് നടത്തി. അങ്ങനെ അവസാനം അതെല്ലാം എടുത്തെങ്കിലും കഥ പക്ക ഫിക്ഷൻ പരിപാടിയാണ്, ഒരു കഥയാണ്. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ എലമെന്റുകളൊക്കെ ആഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഡോസിലേക്ക് എത്തുന്നത്. ആദ്യം ടൈറ്റിലൊക്കെ വേറെ ആയിരുന്നു, പിന്നീട് ഡോസിലേക്ക് വന്ന് എത്തി. ഇപ്പൊ ഇത്രയും വലിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ത്രില്ലർ സിനിമകൾക്ക് മലയാളത്തിൽ ഒരു സ്വീകാര്യതയുണ്ട്. അപ്പം നമുക്ക് എല്ലായിടത്തും ത്രില്ലേഴ്സിന് പ്രത്യേക OTTസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ത്രില്ലേഴ്സാണ് കൂടുതലും കണ്ടിരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ത്രില്ലറുകൾ കണ്ടുവന്ന ഒരു ഓഡിയൻസിന് മുമ്പിലേക്ക് പുതിയ ത്രില്ലർ അവതരിപ്പിക്കുകയാണ്. അപ്പം ഈ പറയുന്ന പോലെ ഈ ഒരു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ അതായത് ഉറപ്പായിട്ടും ഇപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാവരെയും പോലെ കോവിഡ് ടൈമിൽ ഇന്റർനാഷണൽ ഫിലിംസ് പല പല സിനിമകൾ നമ്മൾ കാണാൻ തുടങ്ങി. പിന്നീട് അവസാനം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ട്വിസ്റ്റുകൾ നമുക്ക് ഇപ്പോൾ വലിയ നമ്മൾ വാഴ്ത്തുന്ന സിനിമകളുടെ ട്വിസ്റ്റ് പോലും നമ്മൾ പടങ്ങൾ കണ്ട് നമുക്കത് കിട്ടാൻ തുടങ്ങി. അതായത് ആദ്യം ഇന്നതാണെന്ന്. അപ്പൊ അതിനെയും കൂടി ഒന്ന് മാറ്റിപ്പിടി. നേരത്തെ ഇതും നമുക്ക് ഒരാൾക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോ. പക്ഷെ അങ്ങനെ ഉള്ള ഒരു പരിപാടി ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. നമ്മള് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, ജോണർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോണ ഒരു പരിപാടി പിടിച്ചു നോക്കിയിട്ടുണ്ട്. അതും ഒരു പരീക്ഷണമാണ്, എങ്ങനെ ആവുമെന്ന് അറിയില്ല. ക്ലൈമാക്സ് എത്തുന്നവരെ പിടികൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിലൊരു ഫാക്ടർ. എല്ലാ ത്രില്ലേഴ്സിന്റെയും സംഭവങ്ങളിൽ അങ്ങനെയാണല്ലോ, ടുവേർഡ്സ് എൻഡ് വരെ ഓഡിയൻസിന് പിടികൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ. ഓഡിയൻസും അന്വേഷണത്തിലാണല്ലോ. അപ്പോൾ ആ ഒരു അന്വേഷണം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സാധനം വരുമ്പോഴാണ് ഓഡിയൻസിന് അത് ഭയങ്കര ഒരു ഹൈ കിട്ടും. മലയാളത്തിൽ അങ്ങനെ ഈ സ്ലോ ബേൺ ത്രില്ലറുകൾ ഒരുപാട് മലയാളത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പടപട പരിപാടി അങ്ങനെയല്ല. ഇത് സ്ലോ ബേൺ ആയിട്ട് ഇങ്ങനെ വന്ന് ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് പടത്തിന്റെ പീക്ക് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് വളരെ പ്രോമിസിംഗ് ആണ്. ജഗദീഷ് ചേട്ടൻ മുതൽ വളരെ പുതിയ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് സി ചേട്ടനിൽ നിന്ന് അറിയേണ്ടത് ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, ഇത്രയും പേരുടെ കൂടെ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയാണ് ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്? ഇപ്പോൾ കൂടെ അശ്വിനുണ്ട്. അശ്വിൻ്റെ കൂടെ നമ്മൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടി നമ്മളൊരു വിഷ്വൽ സിനോപ്സിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയതാണ്. പക്ഷേ ആ സിനിമ നടന്നിട്ടില്ല. ഒരു പൈലറ്റ് ട്രെയിലർ ഷൂട്ട് മാത്രമേ ആ സിനിമയുടെ നടന്നിട്ടുള്ളൂ, മാരിജൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ ട്രെയിലർ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ആ സിനിമ പിന്നീട് സംഭവിച്ചിട്ടുള്ള അതിൻ്റെ എഴുത്തും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ സിനിമ തന്നെ ചെയ്യണം ഒരുമിച്ച് എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചിട്ടില്ല. പിന്നീട് ഈ ഡോസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു പോലീസ് ക്യാരക്ടർ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യമേ ഓർമ്മയിലേക്കൊന്ന് അശ്വിനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോലീസ് ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അശ്വിൻ അത് പ്രൂവ് ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ അശ്വിൻ ഹൈലി ടാലൻറ്റഡ് ആണെന്ന് എനിക്ക് നമ്മൾ ആ പൈലറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോഴേ നമുക്കറിയാം. അതുപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ ഉഗ്രൻ ക്യാരക്ടർ റോൾസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പല ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഹ്യൂമറും കോമഡിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജഗദീഷ് ചേട്ടനെ നമുക്കിപ്പോൾ ഒരു രീതിയിലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പല രീതിയിലേക്ക് മാറുന്നൊരു ആക്ടറായിട്ട് മാറി. അപ്പോൾ ജഗദീഷ് ചേട്ടൻ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കൃഷ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മൂവീസിൽ വന്ന് പേരെടുത്തുകൊണ്ടിരിക്കുന്നൊരു നായികയാണ്. അപ്പോൾ അതും കറക്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു കാസ്റ്റായിരുന്നു. നമുക്ക് ഇതിനകത്ത് കറക്റ്റ് വേണ്ടുന്ന കറക്റ്റ് കാസ്റ്റിംഗാണ് നടന്നേക്കുന്നത്. ഒരു സംഭവം പോലും റോങ് കാസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ ദൃശ്യം നമ്മൾ ഹാപ്പി വെഡിങ് കഴിഞ്ഞതിന് ശേഷം 10 വർഷത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നതാണ്. ഒരിക്കലും നമ്മുടെ ക്യാരക്ടേഴ്സ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും
ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദൃശ്യനകത്തൊരു കാർഡിയോളജിസ്റ്റിൻ്റെ റോളാണ് ചെയ്യുന്നത്, ഡോക്ടറാണ്. അപ്പോൾ എന്താ പറയുക, ഇതെല്ലാം കറക്റ്റ് ആപ്റ്റായിട്ട് വന്ന് വീണെന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ഓഡിഷൻ ചെയ്തിട്ടാണ്, അപ്പോൾ ദൃശ്യമാണെങ്കിലും കൃഷിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ക്യാരക്ടറിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. ഇവരെയൊക്കെ നേരത്തെ അതിൽ അറിയാത്തത് എനിക്ക് തോന്നുന്നു കൃഷിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കൂടെയും ആദ്യമായിട്ട് ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ 15 വർഷത്തോളമായി ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഫസ്റ്റ് ഡേ തന്നെ ക്രൂവും കാസ്റ്റൊക്കെ ആയിട്ട് ജെല്ലാവാനുള്ളൊരു ഇത് നമ്മൾ പഠിച്ചു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ ജെല്ലാം, നമുക്കറിയില്ല, നമ്മളെല്ലാവരും ഈ ഇൻഡസ്ട്രിയിലുള്ളതാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിലും ഇപ്പോൾ ജഗദീഷ് ചേട്ടനെ പല ഷോസിലും പല പരിപാടികളിലും നമ്മൾ കാണുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ അറിയാം, ഇവർക്കൊക്കെ ഓൾറെഡി നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. ഇവരൊക്കെ സീനിയർ ആക്ടേഴ്സാണല്ലോ. ഇവരൊക്കെ നമ്മളെക്കാൾ മുമ്പേ ഒരുപാട് ബുദ്ധിമുട്ടി സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്നാണല്ലോ എല്ലാം ഈസി ആയത്. സിനിമകൾ ചെയ്യാൻ ഈസിയാണ്, എല്ലാം നമ്മുടെ കൈക്കുമ്പിളുണ്ട്. പണ്ട് അങ്ങനെയല്ല. ഇപ്പോൾ ഒരാളെ വിളിച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ലാൻഡ് ഫോണിൽ വിളിച്ച് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പിന്നെ കറക്റ്റ് സമയത്തിന് ഇവിടെ എത്താന്നുള്ളൂ. വണ്ടിക്ക് പോന്നോ പുറപ്പെട്ടതൊന്നും അറിയില്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്കറിയാം, അവർ ഒരുമിച്ചാണ് പണ്ട് സിനിമ. അവരുടെ പണ്ടത്തെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ടീമായിട്ട് നിന്ന് അങ്ങനെയൊക്കെയാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോൾ സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജൂനിയറായിട്ട് വന്നേക്കുന്ന ആക്ടേഴ്സ് ഇവരൊക്കെ വരുമ്പോഴും നമ്മളവരെ കംഫർട്ടബിൾ ആക്കാൻ നോക്കും. അൾട്ടിമേറ്റ്ലി ഈ ഫ്രെയിമിനകത്ത് സാധനം ഏറ്റവും ഭംഗിയായിട്ട് വരാമെന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു റാപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആക്ടേഴ്സ് മാത്രമല്ല, അല്ല ക്രൂ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ്, ക്യാമറമാൻ, ഇതിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ സെറ്റിലുള്ള എല്ലാവരുമായിട്ട് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്താൽ നമ്മളും കംഫർട്ടബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ആദ്യത്തെ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. എന്നാൽ ആരെയും പരിചയമില്ല, പുതിയ ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഫിയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കോൺഷ്യസ്നെസ് ഒക്കെ വരുമായിരുന്നു. പക്ഷെ അതൊക്കെ പതിയെ നമ്മൾ എക്സ്പീരിയൻസ് ആവും തോറും നമ്മൾ പതിയെ ബ്രേക്ക് ചെയ്യും. ഫ്രെയിമിലേക്ക് ആക്ഷൻ കട്ടിൻ്റെ ഇടയിലേക്ക് വരും. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, ബി പ്രസൻറ്റ് അറ്റ് ദ മൊമെന്റ് എന്നുള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ കിടന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ ഭയങ്കര ടാലൻ്റാണ്. അവർക്ക് ഈ കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ സ്റ്റേജ് ഫിയറോ അവരെല്ലാത്തിനും റെഡിയാണ്. എന്ത് ചെയ്യാൻ അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് പരിപാടികൾ ചെയ്യും. അദ്ദേഹത്തിനൊരു കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഉണ്ട് എന്താണ് വേണ്ടതെന്നുള്ളത്. ക്യാരക്ടേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അയാളുടെ സിനിമയെ കുറിച്ചും ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം അത് വ്യക്തമായിട്ട് പുള്ളി അത് ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ഗൈഡൻസ് ചെയ്തിട്ടാണ് ആ സിനിമ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇയാൾ ആദ്യമായിട്ട് സിനിമ എൻ്റെ അടുത്ത് ഇതിനു മുമ്പത്തെ സിനിമ പറയാനായിട്ട് വരുന്ന സമയത്ത് ചാർട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. മറ്റേ ഞാൻ ചിങ്ങീരല്ല കോൺട്രാക്ടറോ അല്ല വീടിന്റെ പ്ലാനോ പരിപാടിയൊക്കെയാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കിപ്പോഴും ഉണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറോ അങ്ങനെ എന്തോ ഒരു ചാർട്ട് ബ്ലൂവോ ഗ്രീൻ എല്ലോ ആ ഒരു ചാർട്ടൊക്കെ ഇട്ട് വന്നിട്ട് നിരത്തിയിട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞു. കാരണം അതിലാണ് ആ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ഏതാ കത്തിൽ വിജയ് മറ്റേ അതുപോലത്തെ പരിപാടിയായിരുന്നു. ഞാൻ പിന്നെ മേശയുടെ അടിയിലേക്ക് നോക്കിയില്ല. കാരണം വ്യക്തമായിട്ട് കറക്റ്റായിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട്. കാരണം നമ്മൾ അതിലൊരുപാട് ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൽ നിന്ന് ഇന്ന ആർട്ടിസ്റ്റ് ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷ്വലിൽ നമുക്ക് ഇന്ന ക്യാരക്ടർ ഇയാളാണെന്നുള്ളത് നമുക്ക് കിട്ടും. പക്ഷെ ഇത് കുറേ ക്യാരക്ടേഴ്സും അന്ന് പിന്നെ കാസ്റ്റിംഗ് പരിപാടികളൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല. പുതിയ കുറേ കാസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പേരും ഇതൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ആയിരിക്കും വേണ്ടി പുള്ളി കറക്റ്റായിട്ട് ഇപ്പോഴും ആ സ്റ്റോറി നറേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇപ്പോഴും ആ ചാട്ട് അത് നമ്മൾ ചെയ്യാനായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഇതിലേക്കാണ്. അപ്പോൾ ചാർട്ട് യൂഷ്വലി നമ്മൾ ത്രില്ലേഴ്സിലൊക്കെ കണ്ടുവന്നിട്ടുള്ളത് പോലീസ് ക്യാരക്ടർ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അതൊരു ലാർജർ ദാൻ ദ ലൈഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ളൊരു കഥാപാത്രമായിരിക്കും. അപ്പം അതിൽ നിന്ന് എന്തുമാത്രം ഡിഫറെൻ്റ് ആണ് ഈ ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നു? അങ്ങനെ ഒന്നുമില്ല. കാരണം ഇത് ഒരു ഫെമിലിയർ സോണാണ് എനിക്ക്. അത് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. കാരണം എനിക്കൊരു എന്താ പറയുക, അതായത് ഈ പോലീസിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേകിച്ച് ഒരു ഫോർമുല ഫോളോ ചെയ്യുന്ന ഒരു ഘട്ടമല്ല ഇത്. എല്ലാവരും മാറാൻ തുടങ്ങി. ഓഡിയൻസ് പോലും അവർക്ക് സെയിം സാധനം കാണാൻ ഭയങ്കര റെപ്പറ്റേറ്റീവ് ആണ്, ബോറാണ്. അപ്പോൾ അത് ബോറാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് തന്നെ ഇരിക്കുക അല്ല. പക്ഷെ
അല്ല ആ ഈ ഒരു aspect കൂടെയാണ് പോലീസിന്റെ ഞാൻ ഒരു ഇതിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ദറ്റ് സംതിങ് ദറ്റ് മേക്സ് യു ഡിഫറെൻറ്റ് ഫ്രം ദി അതർ ക്യാരക്ടേഴ്സ് Yes. എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ അത് അവിടെ ഈ ആള് നടക്കുന്ന ഈ എന്താ പറയുക മിസ്റ്റീരിയസ് കേസസിൻ്റെ പുറകെ പോകുമ്പോൾ ദ ക്യാരക്ടർ ഫസ്റ്റ് നീഡ്സ് ടു ഹാവ് എ ബാക്ക് സ്റ്റോറി. അപ്പോൾ ആ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ ഒരു കൽപ്പനയിൽ ഈ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും, അതായത് ഈ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഈ വിവേക് മനുഷ്യനായിട്ട് അവൻ ആരാണ് ആദ്യം, പോലീസിൽ വർക്ക് ചെയ്യുന്നത് എന്ന് വേറെ കാര്യം, വിവേക് ആരാണ്, ഇപ്പോൾ വിവേക് എന്ന് പറയുന്ന പോലീസ് ആരാണെന്ന് അല്ലാതെ വിവേക് ആരാണെന്ന് ആദ്യം എനിക്ക് അറിയണം. മനസ്സിലായോ? ആസ് എ പേഴ്സൺ. ആസ് എ പേഴ്സൺ. സോ ദാറ്റ്സ് വേർ every police officer that I do becomes different. Okay. The police is just his profession. Yes. So people have a mind that പോലീസ് എന്ന് വെച്ചാൽ ഈ ഫോർമുല, ഈ നടപ്പ്, ഈ ഇരിപ്പ് അതല്ല, ആ സ്റ്റോക്ക് സാധനമല്ല. Yes. സോ അതാണ് എൻ്റെ അപ്രോച്ച്. ഓരോരോ പോലീസ് ഓഫീസർ വേറെ മനുഷ്യനാണ്. Beautiful. അപ്പോൾ അങ്ങനെ ദാറ്റ്സ് ഹൗ ഐ അപ്രോച്ച് ഇറ്റ്. ഓക്കെ. നമ്മൾ പറഞ്ഞല്ലോ ത്രില്ലർ സിനിമ എടുക്കുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചു. അപ്പം ഇതിലേക്ക് സിജു വിൽസൺ ലീഡിൽ വരണം. വൈ സിജു വിൽസൺ? അതാണ് ചോദ്യം. നേരത്തെ ഒരു കഥ പറയാൻ പോയതും സിജു ചേട്ടനായിരുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് സിജു വിൽസൺ? Tell me. അതായത് ഇത് ഡോക്ടർ ക്യാരക്ടർ ആണല്ലോ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് അതിലെ പോലീസ് ശരിക്കും പറഞ്ഞാൽ ഇത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരിക്കും. ഇതിൽ പോലീസ് ക്യാരക്ടറിന് വേണ്ടിയാണ്, ഈ സബ്ജക്റ്റിൽ പോലീസ് ക്യാരക്ടർ ആ ക്യാരക്ടറിന് വേണ്ടിയാണ് സിജു ബ്രോയെ സമീപിക്കുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ പ്രകാശ്. അപ്പൊ അതിന് കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഈ ക്യാരക്ടർ ഒരു ഡോക്ടർ മാത്രമല്ല, അയാളുടെ ഇമോഷൻസ് ആണ് നമ്മുടെ പടം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അയാളുടെ പേഷ്യൻസ് മരിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് വളരെ എന്താ പറയാ ഓവർ ആവാതെ ഒരു മീറ്ററിൽ നിൽക്കണം. അപ്പൊ സിജു ബ്രോ അത് ഓക്കെ ഞാനത് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയി. കാരണം സിജു ബ്രോ അങ്ങനെ ഒരു സെറ്റിലായിട്ട് ആ സാധനം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണെന്നുള്ളത് നമുക്ക് അറിയാം. പുള്ളിയുടെ ക്യാരക്ടറുകൾ അങ്ങനെയാണ് പോയിരിക്കുന്നത്, ഓവർ ആവാതെ അല്ലെങ്കിൽ താഴെ പോവാ. അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള മീറ്ററിൽ പുള്ളി അത് ചെയ്യും എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പടത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് സിജു ബ്രോയിലേക്ക്. ആ സമയത്ത് ഞാൻ പോലീസ് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജഗന്റെ ഒരു മൂവി പോലീസായിരുന്നു. പിന്നെ അദ്ദേഹം ആദ്യം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റോറി അതിനകത്ത് പോലീസാണ്. ഇതിനു മുമ്പ് ചാർട്ടായിട്ട് വന്ന സംഭവത്തില് പോലീസ് ക്യാരക്ടറാണ്. അതെ, അത് പോലീസായിരുന്നു. അപ്പോൾ എന്തായാലും അത് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച സമയത്ത് ഇപ്പോൾ വേറൊരു ഡോക്ടറിന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഈ പോലീസിന്റെ കൂടെ തന്നെ ഈ അന്വേഷണവും കാര്യങ്ങളും ഡോക്ടറും ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പോലീസ് ക്യാരക്ടർ അല്ലാതെ ഇത് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത്. അതുപോലെ സിജു ചേട്ടൻ ആസ് ആൻ ആക്ടർ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. അതായത് തുടക്കകാലം ഇപ്പം മലർവാടി ആർട്സ് ക്ലബ്ബ് ചെറിയൊരു വേഷം ചെയ്ത് തുടങ്ങുന്നു. പിന്നീട് നേരത്തിൽ ചെറിയ വേഷമല്ല, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ്, മുടിയൊക്കെ വളർത്തി അപ്പൊ പ്രേമത്തിലേക്ക് വന്നു. അപ്പൊ ജോജോയെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ നിന്നതിലുപരി നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ഒരാളാണ് ജോജോ. അത്രമാത്രം കണക്ഷനാണ് ആ കഥാപാത്രത്തിലോട്ടുണ്ടായത്. പിന്നീട് അതായത് പ്രേമത്തില് എടാ ഗിരിരാജ് നീയാണ് ആ ഒരു ഡയലോഗ് പറഞ്ഞ ജോജോ പിന്നീട് നമ്മൾ കാണുന്നത് വേറെ ഡയമെൻഷനിലേക്കാണ് പോകുന്നത്. ഇപ്പം അതിനുശേഷം ഈ ആദി വന്നു, മറ്റേ 19ാം നൂറ്റാണ്ട് വരുന്നു. ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ ബോഡിയിലാണെങ്കിലും ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ശ്രമിക്കുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. എനിക്കൊന്ന് പ്രേമത്തിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം സൗബിക്കാർ എടുത്താലും ഷറഫ് എടുത്തു നോക്കിയാലും ആ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ വേറെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിൽ പോയി അവർ ഓരോരുത്തരും പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു തീരുമാനം സിനിമയിൽ വരുന്ന സമയം തൊട്ടേ ഉണ്ടോ അതോ പിന്നീട് എടുത്തില്ല? സിനിമയിൽ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം കണ്ടോ എന്നാണ് അത്ര ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ഇപ്പോൾ വിനീതിൻ്റെ ഓഡിഷൻ കോളിന് അയക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഒന്ന് ഓഡിഷൻ കോളിൽ വിളിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ അയക്കുന്നത്. അപ്പം അതിൽ എന്താ പറയുക 20 മെമ്പേഴ്സ് എന്നുള്ളൊരു ഇതിലേക്ക് ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞ് വരികയും ഒരു 3 ദിവസത്തെ ക്യാമ്പ് കിട്ടി. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പരിപാടിയായിരുന്നു. 3 ദിവസത്തെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. ഇത് കഴിഞ്ഞ് പതിയെ സിനിമകൾ വരുന്നു, നേരം സംഭവിക്കുന്നു. നേരത്തിൽ ആദ്യത്തെ ക്യാരക്ടർ റോൾ ഞാനൊന്ന് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തു. ഞാൻ എൻ്റെ ലൈഫിൽ +2 ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അങ്ങനത്തെ രീതിയിൽ പല വഴിക്കൊക്കെ പോയി.
ഓടി, ഡിഗ്രി ചെയ്യാൻ നഴ്സിംഗ് ചെയ്യാനായിട്ട് ബാംഗ്ലൂർ പോയി, അങ്ങനെ പല പല സ്ഥലത്ത് പോയി അങ്ങനെ കറങ്ങിത്തിരിഞ്ഞാണ് ഇത് എന്താണ് എൻ്റെ യഥാർത്ഥ ആഗ്രഹം, എന്താണ് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് നേടാനുള്ളതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ആ സിനിമയിലേക്ക് വന്നതിന് ശേഷം സിനിമയിൽ നമ്മൾ അതുവരെ എനിക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നില്ല. സിനിമയിൽ വന്നതിന് ശേഷമാണ് ആ ഫോക്കസ്ഡ് ആയിട്ട് ഇത് തന്നെയാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പോകും തോറും നമ്മൾ ഓരോ സിനിമ കഴിയും തോറും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലർവാടി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുകയും കിട്ടുന്ന ഷോർട്ട് ഫിലിംസും കിട്ടുന്ന ഒരു പീസ് ഓഫ് എന്ത് സംഭവം കിട്ടിക്കഴിഞ്ഞാലും, ചെറിയ അഭിനയിക്കാനുള്ള എന്ത് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മിസ്സാക്കാതെ അതിന് പോയി ചെയ്യുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ ഇപ്പോൾ ഷറഫിനെയും കിച്ചുവിനെയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ഓഡീഷൻസിനൊന്നും വരുമൊന്നുമില്ല, ഞാൻ നടക്കുക കിട്ടുമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും ഞാൻ പക്ഷെ നിർബന്ധിച്ച് വിളിച്ച് കൊണ്ടുപോകാറുണ്ട്. ഞാൻ എന്ത് ഓഡീഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് എറണാകുളത്ത് നിന്ന് ഒരുപാട് ഓഡീഷൻസ് നടക്കുന്ന ടൈമാണ്, എല്ലാത്തിലും പോയി അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഈ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ സ്റ്റേജ് ഫിയറും ഇതൊക്കെ പതിയെ പതിയെ കുറയുകയും ആസ് ആൻ ആക്ടർ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ വീട്ടിലിരുന്നപ്പോൾ നമ്മൾ മിറർ എക്സസൈസ് ചെയ്യണം എന്ന് പറയും. മിറർ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ണിൽ മാത്രം നോക്കിയെന്ന് കണ്ണിൽ നിന്ന് ഇങ്ങനെ നോട്ടം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നടക്കണമെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല. കണ്ണിൽ നോക്കി വെക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മിറർ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് എക്സസൈസസ് ഒക്കെ ചെയ്യാനായിട്ട് അത് ഓക്കെയാണ്. ഇതല്ലാതെ നമ്മളൊരു ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യും, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതന്നെ ആസ് ആൻ ആക്ടർ നമ്മളിങ്ങനെ പതിയെ പതിയെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു സ്ഥലത്തും പിടികൊടുക്കാതെ അങ്ങനെ പല പല സാധനങ്ങളിലേക്ക് എന്നെ എക്സ്പെക്ട് ചെയ്യരുത്. അതായത് ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇയാൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകണം, ഇയാൾ ഇന്ന ക്യാരക്ടറാണെന്ന് ആദ്യമേ മനസ്സിലാക്കരുത്. ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പം മുരളി മേനോൻ തൊട്ടിട്ടാണെങ്കിലും ശരി. പക്ഷേ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയിട്ടുള്ളത് ആഹാ എന്ന് പറയുന്ന സിനിമയിലെ ചെങ്കൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അപ്പം അത് വളരെ വളരെ നല്ല രീതിക്ക് അവതരിപ്പിച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പം ആസ് ആൻ ആക്ടർ അശ്വിനെ ഒരു സിനിമയിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഇന്നാക്കാൻ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ തിങ്ക് ദി ആൻസർ ഇസ് ഇൻ ദ ക്വസ്റ്റ്യൻ. അത് അത്രത്തോളം നമ്മളെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് ഇത്രത്തോളം ഒരു ലേയേഴ്സ് ഉണ്ട്, രണ്ട് കാലഘട്ടം ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും അതിൻ്റെ ഒരു പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ടിൻ്റെ അത്രയില്ലെങ്കിൽ പോലും ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ചെറുതായിട്ട് ഞാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒരു put on like 6 to 7 kilos because I had to play രണ്ട് കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു 50+ഉം ഒരു ചെറുപ്പകാലത്ത് ഒരു ചെറുപ്പം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചും കൂടി ഇളയ ഒരു 30-30+ അങ്ങനത്തെ ഒരു വയസ്സാണ്. അപ്പോൾ ഒരു ഈ urban സൈഡിൽ കൂടുതൽ അല്ലെങ്കിൽ സിറ്റി സൈഡിൽ കൂടുതൽ വളർന്ന ആക്ടേഴ്സിനൊക്കെ ചിലപ്പം നാട്ടിൻപുറത്ത് ഒരു ട്രെൻഡോ അല്ലെങ്കിൽ കൾച്ചറോ അല്ലെങ്കിൽ അവരുടെ ഒരു താളം റീതം എല്ലാം പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ആ മോൾഡിലേക്ക് എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു ഗോളാണ് എനിക്ക്. അപ്പോൾ physically on one side and also mentally you need to be literally cutting off whoever you are. അത് ഏത് റോളും അങ്ങനെയാണ്. പക്ഷെ പേഴ്സണലി നമ്മൾ അശ്വിൻ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ മുരളിമേനനായിട്ട് കണ്ട ഒരാൾ മെനികാല പോലീസായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഒരു ഭരണത്തിൽ വേറെ ഒരു US അമേരിക്കൻ ഗാങ്സ്റ്ററിൻ്റെ സ്റ്റൈലിലാണ് അവിടെ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നാട്ടിൻപുറത്ത് ഒരാൾ പണിയെടുത്ത് ബോഡിയൊക്കെ റെഡിയാക്കിയ പോലെ ഒരു വടംവലിക്കാരനാണ്. പക്ഷെ വടംവലി മാത്രമല്ല, അവർ ലേബർ ജോബ്സ് ചെയ്യുകയും അവർ എന്താണ് ചെയ്യുന്ന ദിവസം മുഴുവൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് വടംവലിയെ എത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഇതുപോലത്തെ ഒരു ലെയറിങ് അതിൽ ആ ഒരു ട്രയാങ്കിൾ ഒരു ലവ് സ്റ്റോറി അവിടെ ഉണ്ട്. അത് പുള്ളിയുടെ ഒരു ഡാർക്ക് പാസ്റ്റ് ആണ് ശരിക്കും, ഒരു ഇൻകംപ്ലീറ്റ്. ആ ഇൻകംപ്ലീറ്റ്നെസ് ആണ് പുള്ളിയുടെ ശരിക്കുള്ള ആ കഥയിലുള്ള ഒരു സ്പൈസ് ആക്ച്വലി. അപ്പോൾ ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് വിത്ത് ഇന്ദ്രജിത്ത് ഏട്ടൻ ഓൾസോ. കാരണം അതൊരു ഭീകര അയാളൊരു എന്താ പറയുക, വൺ ഓഫ് ഇന്ത്യസ് ഫൈനസ്റ്റ് ആക്ടേഴ്സ് ആണ് ഇന്ദ്രജിത്ത് ഏട്ടൻ. സോ ടു സ്റ്റാൻഡ് അപ്പ് ടു ഹിം നീഡഡ് ലോട്ട് ഓഫ് വർക്ക് ഫോർ മീ. ഞാനൊരു 200% കൊടുത്താലും അവിടെ ഇന്ദ്രേട്ടന് ഒരു 50% എഫേർട്ട് കൊടുത്താലും ഓക്കെ അല്ലേ, റെഡിയല്ലേ, ഇന്ന് പോകും എന്നൊക്കെ പുള്ളി റെഡിയായിട്ട് പോകും. നമ്മളൊക്കെ ഈ ഡയലോഗും ഇങ്ങനെ പഠിക്കണം, ആക്ടിവിറ്റിയും പഠിക്കണം, ഇതും പഠിക്കണം. പിന്നെ ആ
പടം വലിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡയലോഗും ഇതും കാര്യങ്ങളും ഒന്നും മനസ്സിൽ വരില്ല, അതെ മനസ്സിലായോ? പക്ഷെ അതിൽ ശരിക്കും ആ മൂഡിലൊന്ന് കയറിയിട്ട് ആ സമയം ജസ്റ്റ് ഷോട്ടിന് മുമ്പ് നമ്മൾ ചെങ്കനായിട്ട് മാറും. അതൊരു മാജിക് ആയിരുന്നു. യെസ്. അതുപോലെ അശ്വിനെ ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഇക്കാര്യം ചോദിച്ചില്ലെങ്കിൽ ഓഡിയൻസിന്റെ വിഷമാവും. അപ്പോൾ The topic is ഇത്രയായിരുന്നു about- ഡോസിനെ കുറിച്ച് നമ്മൾ വേറെ ഒരു കാര്യം മറന്നുപോയി അല്ലേ? നമ്മൾ പേടിക്കണ്ട, അതായത് എന്ത്? കമൽ സാർ തന്നെയാണ്. ആ. പക്ഷേ മനസ്സിലായില്ലേ? പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഡോസിനെ പറ്റി കമൽ സാറ് ഇവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ എന്തായിരിക്കും പറയുക? അതാണ് നോക്കുന്നത്. Do not overdose. അത്രേ ഉള്ളൂ. Okay. ചെറിയ എന്തെങ്കിലും ചെറിയ ഡയലോഗ് കുറച്ചും കൂടി ഡോസ് എന്തെങ്കിലും എന്നൊക്കെ. അതെ ഡോസ് വേണമല്ലേ? കമൽ സാറിന് ഡോസ് അതെ, വേണം. കമൽ സാറിന്റെ ഡോസ് കൂടെ ഉണ്ടെങ്കിൽ ഡോസ് കംപ്ലീറ്റ് ആയി. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഡോസ് കാണണം. നമസ്കാരം. ഓക്കെ. അപ്പോൾ ഡോസ് ഒരു ഗംഭീര സിനിമയാവട്ടെ. ഈ പറയുന്ന പോലെ തന്നെ ഒരു ഹെവി ഡോസ് ആയിട്ട് തന്നെ ബോക്സ് ഓഫീസ് ഇത് റിഫ്ലക്ട് ചെയ്യട്ടെ. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വൺസ് അഗെയിൻ. Thank you. Thank you.